ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിൽ പശുവിനെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഒരു സംഘം ആളുകൾ അക്രമം അഴിച്ചുവിടുകയും അക്ലക് വധക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സുബോധ് കുമാർ സിംഗിനെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബുലന്ദ്ഷഹറിലെ വനത്തിന് സമീപം പശുവിന്റെ അവശിഷ്ടങ്ങൾ തൂക്കിയിട്ട നിലയിൽ കണ്ടതിനെ തുടർന്നാണ് അക്രമം അഴിച്ചുവിട്ടത്. സുബോധ് കുമാർ സിംഗിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടന്നത്. 100ഓളം പേർ സുബോധ് കുമാർ സിംഗിനെ ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കല്ലും വടിയും കോടാലിയും കൊണ്ട് സുബോധ് കുമാർ ആക്രമിക്കപ്പെട്ടു. ആൾക്കൂട്ടത്തെ ആക്രമണത്തിന് പ്രേരിപ്പിച്ച കലുവ എന്നയാളാണ് ആദ്യം കോടാലി ഉപയോഗിച്ച് സുബോധ് കുമാർ സിംഗിനെ ആക്രമിച്ചത്. കോടാലി ഉപയോഗിച്ചുള്ള വെട്ടേറ്റ് സുബോധ് കുമാറിന്റെ വിരൽ മുറിഞ്ഞു വീണു. തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന പോലീസ് സംഘത്തിന് സുബോധ് കുമാറിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. അക്രമികളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ സുബോധ് കുമാർ ശ്രമിച്ചെങ്കിലും അവർ സമീപത്തുള്ള വയലിലേക്ക് വലിച്ചിഴച്ചു. തുടർന്നാണ് പ്രശാന്ത് നട്ട് സുബോധിന് നേരെ വെടിയുതിർത്തത്. സർവീസ് റിവോൾവർ ഉപയോഗിച്ച് പോയിന്റ് ബ്ലാങ്കിലാണ് വെടിയുതിർത്തത്. വെടിയേറ്റു വീണ സുബോധിനെ ആൾക്കൂട്ടം വടിയുപയോഗിച്ച് തല്ലിച്ചതച്ചു. അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ച വാഹനത്തിനും തീവയ്ക്കാൻ ശ്രമമുണ്ടായി. ബജ്രംഗദൾ നേതാവ് യോഗേഷ് രാജ് ആണ് മുഖ്യപ്രതി എന്നായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞിരുന്നത്. സംഭവത്തിനു ശേഷം ഇയാൾ ഒളിവിൽ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് പിടികൂടിയ പ്രശാന്ത് നട്ട് താനാണ് സുബോധ് കുമാർ സിംഗിനെ വെടിവെച്ചത് എന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.